A+ട്യൂബിലേക്ക് സ്വാഗതം. ഇനി മുതൽ തിരിച്ചറിയൽ രേഖയായി ആധാറിൻ്റെ പകർപ്പ് നമുക്ക് നൽകേണ്ടി വരില്ല. മിക്കവാറും നവംബറോടുകൂടി ഒരു പുതിയ ആപ്പ് നിലവിൽ വരികയാണ്. ഈ ആപ്പ് നിലവിൽ വന്നു കഴിഞ്ഞാൽ വിവിധ സ്ഥാപനങ്ങളിൽ തിരിച്ചറിയൽ നടപടിക്കായി ആധാറിൻ്റെ ഫോട്ടോ കോപ്പി നൽകുന്ന രീതിയാണ് അവസാനിക്കുന്നത്. മൊബൈൽ ആപ്പിലൂടെ മുഖം തിരിച്ചറിയാനുള്ള ഫേസ് ഡിസ്റ്റൻഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വ്യക്തികളെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനം നടപ്പാക്കുക. ഇപ്പോൾ ആദ്യമായി ഒരു പരീക്ഷണ ഘട്ടത്തിൽ തന്നെ നവംബറോടുകൂടി ഇത് നടപ്പാക്കും എന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നു. ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹോട്ടലുകളിൽ താമസിക്കാൻ എത്തുന്നവരുടെ ആധാർ പകർപ്പ് സാധാരണ നിലയിൽ വാങ്ങി വെക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. എന്നാൽ ഈ പുതിയ ആപ്പ് നിലവിൽ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിന് പകരമായി ഹോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന QR കോഡ് താമസക്കാർ തങ്ങളുടെ ആധാർ എന്ന ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ഹോട്ടലിന് വേണ്ടത് എന്നുള്ളത് കാണിക്കും. അതനുസരിച്ച് നമ്മൾ അത് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഉദാഹരണത്തിന് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പ്ലേസ്, നമ്മുടെ ബാക്കി വിവരങ്ങൾ ഒക്കെ തന്നെ കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം ഇത് കൊടുക്കുന്നതോടൊപ്പം അപ്രൂവലിന് വേണ്ടിയുള്ള ഒരു ആവശ്യം ചോദിക്കും. അത് നമ്മൾ അപ്രൂവ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ക്യാമറയിൽ നമ്മുടെ മുഖം കാണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഈ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാവുകയും ചെയ്യും. ഈ കാർഡിലെ മുഴുവൻ വിവരങ്ങളോ പകർപ്പോ നൽകാതെ തന്നെ നമുക്ക് തിരിച്ചറിയൽ നടപടിക്രമങ്ങൾ ഇതുവഴി പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ ഇനി ഈ ആധാറിൻ്റെ പകർപ്പുമായി ഹോട്ടലുകളിൽ പോകേണ്ടി വരില്ല എന്നുള്ളതാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ ആധാർ ഉപയോഗിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഈ ഓതൻറ്റിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ ആപ്പ് നിലവിൽ വരുമ്പോൾ വേഗത്തിൽ ഈ തിരിച്ചറിയൽ പ്രോസസ്സ് നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് മെച്ചം.